അയാളെ കാണാനില്ലല്ലോ. ഇനി വരാതിരിക്കോ? വരും എന്ന് തന്നെയാ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത്. എന്താ ലേറ്റ് ആയത്? ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ആരാ വാസുദേവൻ? ഞാനാ, അതെന്റെ മോൻ ഗണേശൻ. സിനിമ പിടിക്കണമെന്ന മോഹം കയറിയിട്ടൊന്നുമല്ല. നിങ്ങളുടെ സിനിമ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിൽക്കാൻ പോവാണെന്നറിഞ്ഞു. ഒരു കലാകാരന്റെ സൃഷ്ടി ഇടയ്ക്ക് വെച്ച് മുടങ്ങുന്നത് ശരിയല്ലോ എന്ന് കരുതിയിട്ടാ സഹായിക്കാന്ന് വിചാരിച്ചത്. ഇനി ഈ പടം തീർക്കാൻ എത്ര രൂപ വേണ്ടി വരും? 3 കോടിയാണ് ആകെ ബഡ്ജറ്റ്. പലയിടത്തുനിന്നായിട്ട് ഇതുവരെ 50 ലക്ഷം മുടക്കിയിട്ടുണ്ട്. അപ്പൊ ബാക്കി 2.5. അതെ, 2.5 മുടക്കിയ ആ 50 ലക്ഷത്തിന്റെ ബാധ്യത എന്ന് വെച്ചാൽ ശല്യം. അതിങ്ങനെ അങ്ങ് നിൽക്കും. പിന്നെ തർക്കം, സെറ്റിൽമെന്റ്, അതിനൊന്നും കളയാൻ ഞങ്ങളുടെ കയ്യിൽ സമയമില്ല. അതുകൊണ്ട് ഒരു 50 കൂടി ഞങ്ങൾ അങ്ങോട്ട് തരും. പിന്നെ മുടക്കിയവരുടെ കാശൊക്കെ അങ്ങ് തിരിച്ചു കൊടുത്തു. അങ്ങനെ വരുമ്പോ പടം ഞങ്ങളുടെ മാത്രം ആവുമല്ലോ. ചെയ്യാം. എങ്ങനെയെങ്കിലും പടം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആരൊക്കെ ഇതിൽ അഭിനയിക്കുന്നത്? ഹീറോ ഒരു പുതിയ ആളാ, നീൽ മകേഷ്. ആര്? നീൽ മകേഷ്. ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഗണേശ, നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് പിന്നെ അല്ല സാറേ, ഈ പുതിയ ആൾക്കാരൊക്കെ വെച്ച് പടം പിടിച്ച അത് ബിസിനസ് ആവും. ഇപ്പൊ സബ്ജക്റ്റ് ആണല്ലോ ഹീറോ. നീലാണെങ്കിൽ നല്ല മിടുക്കം പയ്യനാ. ഈ പടം കഴിഞ്ഞാ പിന്നെ അവനായിരിക്കും മലയാളത്തിലെ ഹീറോ. അതിന് കഴിയണ്ടേ? 3 കോടി ഒരൊറ്റ ചെക്കിലങ്ങ് തരും. പക്ഷെ ഒരു കണ്ടീഷൻ, ഹീറോയെ മാറ്റണം. അത് പടം നടക്കണമെങ്കിൽ മതി. ഇതുവരെ അവനെ വെച്ചെടുത്തത് ഒന്നുകൂടെ എടുത്താ പോരെ? അതിന് ചെലവാകുന്ന പണം ഞങ്ങൾ വേറെ തരാം. നീലിനെ മാറ്റിയ പകരം ആരെ വേണമെങ്കിലും വെച്ചോ. മറ്റൊരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടില്ല. പക്ഷെ ഇത് നടക്കണം. ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ഡിമാൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സമ്മതമാണെങ്കിൽ നാളെ തന്നെ ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചങ്ങ് പിരിയാം. അല്ല, എനിക്ക് ഒന്ന് ആലോചിക്കണം. മതി, ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ മറുപടി ഉടനെ അറിയിക്കണം. എന്നിട്ട് വേണം ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ. അല്ല സാറേ, നീല് നല്ല ആക്ടറാ. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നടന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഗണേശ, ഒന്നുകൂടെ ഒഴികെ. റെഡിയല്ലേ? റെഡിയാണ് സാർ. നീലേ, സീന് വായിച്ചു സാർ. റിഹേഴ്സൽ വേണമെങ്കിൽ നോക്കാം. കോംപ്ലിക്കേറ്റഡ് സീനാണ്. വേണ്ട സാർ. എന്നാ ടേക്ക് പോവാം സാർ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഞാനിപ്പോ പരമശാന്തനാണ്. അനുഭവങ്ങൾ എന്നെ ഒരുപാട് പഠിപ്പിച്ചു. കട്ട് കട്ട്. ശരിയായില്ല, ഒന്നുകൂടെ നോക്കാം. ഓക്കെ, റെഡി. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഞാനിപ്പോ പരമശാന്തനാണ്. അനുഭവങ്ങൾ എന്നെ ഒരുപാട് പഠിപ്പിച്ചു. കട്ട് 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 കട്ട്. റിയാക്ഷൻ മാറി. എന്താ ശരത്ത് ഇത്? സാർ, അത് ഹീറോയ്ക്ക് എന്ത് പറ്റി? ഒന്നുകൂടെ നോക്കാം സാർ. ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഞാനിപ്പോ പരമശാന്തന. കട്ട്. എന്തിനാ ഇത്ര ഇങ്ങനെ ബലം പിടിക്കുന്നത്? വളരെ റിലാക്സ് ആയിട്ട് വേണം പറയാൻ. സോറി സാർ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, റിഹേഴ്സൽ നോക്കാന്ന്. അപ്പോ വേണ്ട. ഓവർ കോൺഫിഡൻസ് സിനിമയിൽ പറ്റില്ല. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഞാനിപ്പോ പരമശാന്തനാണ്. അനുഭവങ്ങൾ എന്നെ ഒരുപാട് പഠിപ്പിച്ചു. ഇമോഷൻ വന്നില്ല. എന്തു പറ്റുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സാർ. പിന്നെന്താ ഇങ്ങനെ? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇന്നലെ ഒന്നും. ഇത് ബിഗ് ബഡ്ജറ്റ് പടമൊന്നും അല്ല. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തീർത്താലേ നിർമ്മാതാവിന് എന്തെങ്കിലും കിട്ടൂ. ഞാൻ വീണ്ടും ട്രൈ ചെയ്യാം സാർ. ഇനി തെറ്റരുത്. സാർ. ഓക്കെ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഞാനിപ്പോ പരമശാന്തനാണ്. അനുഭവങ്ങൾ എന്നെ ഒരുപാട് പഠിപ്പിച്ചു. കട്ട് കട്ട് കട്ട്.
ശരിയായില്ല നീലെ, ഒട്ടും ശരിയായില്ല. നമുക്കേ ഇതിവിടെ വെച്ച് നിർത്താം. ഇങ്ങനെ പോയാ ഞാൻ പെടും. ഞാൻ വീണ്ടും ട്രൈ ചെയ്യാം സർ. വേണ്ട, നിന്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണ്. പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന അത് പ്രൊജക്ടിനെ ബാധിക്കും. ദാ, എന്നോട് വിരോധം തോന്നരുത്. ഞാൻ വേറെ ആളെ അന്വേഷിക്കാൻ പോകും. സർ, അങ്ങനെ ചെയ്യരുത്. എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണ്ടേ? ദാ, വാങ്ങിയ 10 ലക്ഷം നമുക്ക് ഇനിയൊരവസരത്തിൽ കാണാം. സർ പ്ലീസ്. നോ നീ. സിനിമ ഒരുപാട് പേരുടെ അധ്വാനമാണ്. ഒരാൾക്ക് വേണ്ടി അത് നശിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കപ്പ്. അയ്യോ ഏട്ടാ, എന്താ ഏട്ടാ ഇത്? കുടിച്ചിട്ടുണ്ടല്ലേ? തുടരുത്, തൊട്ടുപോരുതന്നെ. ഏട്ടാ വീഴും. ഇനി എന്ത് വീഴാൻ? വീണ് കഴിഞ്ഞില്ലേ? എന്താ നിന്റെ നക്ഷത്രം? ചോദി. നല്ല ബെസ്റ്റ് നക്ഷത്രം. നീലേ, അമ്മ മിണ്ടരുത്. അമ്മയ്ക്ക് വിഷമം കാണുമെന്ന് അറിയാം. സ്വന്തം മോൻ 4 കാലം വരുന്നത് ഏതമ്മയ്ക്ക് സഹിക്കും? എന്ത് ചെയ്യാനാ അമ്മേ? ആ, ഞാൻ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. നീൽ മഹേഷ് എന്ന നടന്റെ പതനം ആഘോഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് സന്തോഷം തോന്നും, ആർക്ക് തോന്നിയില്ലെങ്കിലും ഇവൾക്ക് തോന്നും. ആ പടത്തിൽ നിന്നും എന്നെ മാറ്റി. അഭിനയം പോരാ, ശരിയാവുന്നില്ല. റീടേക്കോട് റീടേക്ക്. ജീവിതത്തിൽ മാത്രമാണല്ലോ റീടേക്ക് ഇല്ലാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ പലതും കറക്റ്റ് ചെയ്തേനെ. എന്താ പടത്തിന്ന് ശരിക്കും മാറ്റാനുള്ള കാരണം? നീല് പോരാ, അത്ര തന്നെ. നീ അഭിനയിക്കുന്നതൊക്കെ നന്നാവുന്നു ഇതേ സംവിധായകൻ തന്നെയല്ലേ ആദ്യം പറഞ്ഞത്? അതാദ്യം. ഇപ്പൊ സ്ഥിതി മാറിയില്ലേ? ഈ വീട്ടിലെ മഹാലക്ഷ്മി ചോറ് കൊണ്ട് സെറ്റിൽ വന്നില്ലേ? അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. താളം തെറ്റി, താളർന്നു. നീലല്ലാതായി മാറി. സാരല്ല, ഈ പടം പോയ വേറൊന്ന് കിട്ടും. നിങ്ങൾക്കൊക്കെ അത് പറയാം, കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടവും വന്നിട്ടില്ല. എന്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുകയില്ല. എന്ത് ഫീലിങ്സ് ആയാലും ഇങ്ങനെ കുടിക്കുന്നത് ശരിയല്ല. ഇത് നാശത്തിന് വേണ്ടിയുള്ള കുടിയാ. ഇത് നിർത്തിയില്ലെങ്കിൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ആര് പറഞ്ഞു? ദൈവക്ക് പറ്റും. ഈ തടിച്ചിക്ക് അന്ന് തൂങ്ങിച്ചാവാൻ പോയപ്പോ രക്ഷിച്ചത് ഇവളല്ലേ? അന്ന് ടൂർ പോയ ഹോട്ടലിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ഇവളാ രക്ഷിച്ചത്. ഭയങ്കര സ്ട്രോങ് അല്ലേ? അരിച്ചാക്ക് പൊക്കിയ പാരമ്പര്യ. എന്താടി, നിനക്കൊന്നും മൊഴിയാനില്ലേ? നാക്കിറങ്ങിപ്പോയാൻ. എടീ, 100 കിലോമീറ്റർ അപ്പുറത്തൂടെ പോകുന്ന ഒരു മാരണത്തെ കാറ് പിടിച്ചെന്ന് എടുത്ത് തോളത്ത് വെക്കുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദേ നിൽക്കുന്നു നല്ല ബെസ്റ്റ് എക്സാമ്പിള്. നീ ഒറ്റ ഒരുത്തി എന്റെ ജീവിതം തകർത്തു. നീ വന്നില്ലായിരുന്നെങ്കിലേ എനിക്ക് ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു. ഞാൻ എന്താ വേണ്ടത്? ഏട്ടൻ പറയുന്ന പോലെ അനുസരിക്കാം. ആ, ഒന്ന് ചത്തു തരൂ. നീ മരിച്ച ഞാൻ രക്ഷപ്പെടും. നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരിച്ചു കിട്ടും. ചെയ്യാവോ? എന്തൊക്കെ നീലെ നീ പറയുന്നേ? വല്ല ബോധമുണ്ടോ? നല്ല ബോധത്തിൽ തന്നെ പറയുന്നേ. കുടിച്ചെന്ന് കരുതി നീലിന് ബോധമൊന്നും പോയിട്ടില്ല, പോവുകയില്ല. ഞാൻ വേണോ നിന്റെ കാല് പിടിക്കാം? എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി തരാമോ? ഇവന് ഭ്രാന്ത. ഇവൻ പറയുന്നത് കേട്ട് നിൽക്കുന്ന നമ്മളാ വിഡ്ഢികള്. കെട്ടിറങ്ങുമ്പോഴേ എല്ലാം ശരിയായിക്കോളും. പോവല്ലേ, ഇവിടെ വാ. കാശ് തിരിച്ചു വേണ്ടേ? 10 ലക്ഷം ഇല്ല.
എന്നാ പിടിച്ചോ, മുഴുവനുണ്ട്. ഇതോടെ ആ കിടന്നു നീ പോയി കിടക്ക. കിടക്കല്ലേ. അമ്മ എന്താ കാണാത്ത പോലെ സംസാരിക്കുന്നത്? എല്ലാരും കൂടെ എന്നെ കിടത്തിയില്ലേ? സ്വാതി, ഇവനെ കൊണ്ടുപോയി മുറി കിടത്ത്. ഞാനിവിടെ നിന്ന് ശരിയാവില്ല. എന്താടി നോക്കി നിൽക്കുന്നേ? നീല് പറഞ്ഞത് കേട്ടില്ലേ? ഇത്തിരിയെങ്കിലും സ്നേഹം നിനക്ക് ഇവനോടുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് അനുസരിക്കാൻ നോക്ക്. പ്ലീസ് ഒന്ന് ഒഴിവായിത്താ. നീ വാ, നീ വിട് പതുക്കെ. അയ്യോ മോളെ, സ്വാതി, ശ്ശോ, എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? അവൻ എന്തെങ്കിലും വിവരമില്ലാതെ പറഞ്ഞു എന്ന് കരുതി നീ വേണ്ട ക്ഷമിക്കാൻ. അയ്യോ മതിയായി അമ്മ, എനിക്ക് മതിയായി. അങ്ങനെ പറയരുത് മോളെ. അവന് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണമെന്നില്ല. എന്റെ മോളാ നീ. ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. ചെയ്യോ? പറ. ഈ അമ്മയെ വിട്ട് നീ പോവോ? വിഷമങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഏത് ജീവിതാ മോളെ ഈ ലോകത്തുള്ളത്? സങ്കടം വരുമ്പോ ഇങ്ങനെയാണ് ചെയ്യാൻ നോക്കേണ്ടത്. അമ്മയുടെ തലേ തൊട്ട് സത്യം ചെയ്യ, ഇനി ഒരിക്കലും ഇങ്ങനെ ചിന്തിക്ക പോലും ചെയ്യില്ലെന്ന്. ചെയ്യ മോളെ. എന്റെ സങ്കടമൊക്കെ മാറും മോളെ. ഇന്നല്ലെങ്കിൽ നാളെ നീ ആഗ്രഹിച്ചത് പോലത്തെ ഒരു ജീവിതം കിട്ടും. കരയല്ലേ മോളെ. നീ വാ, ഇന്ന് ഞങ്ങളുടെ മുറി കിടക്കാം. വേണ്ട, വേണം. എന്നാലേ എനിക്ക് സമാധാനത്തോടെ കിടക്കാൻ പറ്റും. വാ, കരയല്ലേ മോളെ. വാ, നീ വാ, ഇന്ന് ഞങ്ങളുടെ മുറി കിടക്കാം. വേണ്ട, വേണം. എന്നാലേ എനിക്ക് സമാധാനത്തോടെ കിടക്കാൻ പറ്റും. വാ. അപ്പി, എന്തിനായാലും നീ കാണിച്ചത് മോശമായി പോയി കേട്ടാ. ചാവണെങ്കി ഞാനൊക്കെ എപ്പോഴേ ചാവണായിരുന്നു അറിയാമാ. ചന്തയിലെ ചുമടായിരുന്നു എന്റെ ഭർത്താവിന്റെ പണി. ചാക്ക് തലേ വീണ് തളർന്നു പോയി. എത്ര കൊല്ലം ഞാൻ ആശുപത്രി കിടന്ന് ഓടിയെന്ന് അറിയാമാ. പിന്നെ എനിക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോനാ. അവനെ ആള് മാറി കൊന്നു കളഞ്ഞു ഗുണ്ടകള്. നോക്ക്, എന്നിട്ട് ഞാൻ ജീവിക്കണില്ലേ? അപ്പി, ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. എത്ര ജന്മങ്ങൾ കഴിഞ്ഞു കിട്ടുന്ന സംഗതിയാണെന്ന് അറിയാമോ? അപ്പി ഇനിയെങ്കിലും ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടാ. അപ്പി ഇങ്ങനെയൊക്കെ ചെയ്യണത് പാവമാണ്. ചെയ്ത പൊന്നെ ആറ്റാലമ്മച്ചി പോലും പൊറുക്കൂല.
നീലേ നീലേ ഡാ. നീയൊക്കെ വെറുക്കുന്ന തടിയുണ്ടല്ലോ, ആ തടിയെ എടുത്ത് രക്ഷിച്ചത്. അല്ലായിരുന്നെങ്കി നാളെ ഈ വീടിന് മുന്നിൽ ഒരു പന്തലുണ്ടായനെ. സ്വാതി തൂങ്ങാൻ നോക്കി, ഭാരം കാരണം ഫാൻ പൊട്ടി താഴെ വീണു. എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റില്ല. നിർത്ത്, ഈ ചിരി കൊലച്ചിരിയാ. ഈ വീടിന്റെ അടിത്തറ മാന്തിയത് അവസാനിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്നെ തല്ലണോ? തല്ലിക്കോ. ആർക്ക് വേണമെങ്കിലും തല്ലാവുന്ന ഒരു ചെണ്ടയാണല്ലോ ഞാനിപ്പോ. എടാ, നിന്റെ ഈ കോംപ്ലക്സ് ആദ്യം മാറ്റേണ്ടത്, പിന്നെ ആവശ്യമില്ലാത്ത കുറെ ധാരണകളും. ഓ, അടിയനുസരിച്ചോളാവേ. കളിയാക്കണ്ട, രണ്ടിലൊന്നും അറിയാനാ ഞാൻ വന്നത്. ഇനിയും ഇത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായില്ല? ഏട്ടത്തി, നീ ഇനി വിഷമിപ്പിക്കരുത്. അത് പറയാ നീ ആരാ? എന്റെ ഭാര്യ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. എങ്കിൽ ഞാൻ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. ഗിരി, നീ മിണ്ടരുത്. മിണ്ടിയ ചേച്ചിയാണെന്ന് പോലും നോക്കില്ല ഞാൻ. നീ വലിയ ആളൊന്നും ആവാൻ നോക്കണ്ട. എന്നെ ഭരിക്കാനും വരണ്ട. അതിനുള്ള അവകാശമൊന്നും ഞാൻ ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടുമില്ല. സഹിക്കാൻ എനിക്ക് പറ്റാത്തോണ്ടാ ഞാൻ ഈ പറയുന്നത്. സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോണം. നിന്നെ ആരെങ്കിലും ഇവിടെ പിടിച്ചിരുത്തിയോ? വക്കാലത്ത് പറയാൻ വന്നേക്കുന്നു. എനിക്ക് ഒരുത്തന്റെ ഉപദേശം വേണ്ട. അതിനുള്ള യോഗ്യത ആർക്കും ഈ വീട്ടിലില്ല. നീ എന്താ പറഞ്ഞത്? ഇറങ്ങി പോവാനോ? ഇനി ഒരിക്കൽ കൂടി നീ ഇത് പറയോ? എന്തിനാ ഒരിക്കലാക്കുന്നത്? 10 പ്രാവശ്യം പറയാം. ഇത് എന്റെ വീടാ. എന്നെ ഗുണദോഷിക്കാനും ശാസിക്കാനും ഒന്നും നീ വരണ്ട. എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇത് നിന്റെ വീടാണെന്നും ഞാനിവിടെ നിന്റെ കാരുണ്യത്തിൽ കഴിയുന്ന ഒരുത്തനാണെന്നും ഓർക്കണമായിരുന്നു. സോറി. ഗിരി, ഇനി നിന്നെ ശല്യം ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാവില്ല. ഇറങ്ങാൻ പോവാ ഇപ്പൊ തന്നെ. ഗിരി, എടാ, നീൽ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നീ മണ്ടത്തരൊന്ന് നീ പൊടി. ഗിരി, ഗിരി, നീ പറഞ്ഞത് ഇത്തിരി കടുത്തുപോയി. ഓടി. ഗിരി, നീ എവിടേക്ക് പോകുന്നത്? അറിയില്ല, തീരുമാനിച്ചിട്ടുമില്ല. എന്തായാലും ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്തൊക്കെ ഈശ്വര ഇവിടെ നടക്കുന്നത്? നീ എങ്ങും പോണ്ടടാ. പോണം, പോയേ പറ്റൂ. അല്ലെങ്കിൽ അവൻ തന്നെ എന്നെ പിടിച്ച് പുറത്താക്കും. ഗിരി, കയറിപ്പോടാകത്ത്. ഇല്ല വലിച്ച, ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. നിന്ന ശരിയാവില്ല. പോവുക വലിച്ച. നീ പറയുന്നത് കേൾക്ക്. മിണ്ടരുത് നീ. നീലിന്റെ ജീവിതത്തിൽ നീ നടത്തുന്ന വൃത്തികെട്ട കളി കണ്ടപ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തെങ്കിലും ശരിയാവൂന്ന്, എല്ലാം കലങ്ങി തെളിയൂന്ന്. പക്ഷെ ഇപ്പൊ എനിക്കതില്ല. ഗിരി, നീലപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ട, നീ അവനെ ന്യായീകരിക്കണ്ട. മദ്യപിച്ചിട്ടാണെങ്കിലും അവന്റെ ഉള്ളിലുള്ളതാ ഇപ്പൊ പുറത്തു വന്നത്. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഗിരി, ഈശ്വര, എന്തൊക്കെ ഞാൻ ഈ കാണുന്നത്? നീൽ ഈ കുടുംബം തകർക്കുവാണല്ലോ. ആര് കാരണം ഇതൊക്കെ സംഭവിച്ചത്? ഇപ്പൊ മുറി കൊണ്ടേ കിടത്തിട്ടുണ്ടല്ലോ ഒരുത്തിയെ. അവളാ കാരണം. ഇനി അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ മൂക്ക അടിച്ച് ഞാനൊന്ന് തരും. അവൻ എവിടേക്കായിരിക്കും പോയത്? അറിയില്ല.
എല്ലാവർക്കും സ്വയം തീരുമാനം എടുക്കാനുള്ള പ്രായമായല്ലോ. അതും നമ്മൾ ഓർക്കണമായിരുന്നു.